കുട്ടികളിൽ ഓട്ടിസം ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടോ? എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ബേസിക് സിംറ്റംസ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? സോ ഓട്ടിസം ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ആണ്. അതായത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ആ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടുതലും കാണുക വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമായിരിക്കും ഈ കുട്ടികളിൽ. വെർബൽ എന്ന് വെച്ചാൽ നമ്മുടെ സംസാരം, അവർക്ക് സ്പീച്ച് ഡിലേ ഉണ്ടാവാം. അതേപോലെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും, അതായത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ കണ്ണ് നോക്കി സംസാരിക്കുന്നു, നമ്മൾ ജെസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നു, ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ കമ്മ്യൂണിക്കേഷൻ. ആ ഒരു ആസ്പെക്റ്റ് അവരിൽ നിന്ന് കുറച്ച് കുറവായിരിക്കും ഈ കുട്ടികളിൽ. സോ അവർക്ക് ഐ കോണ്ടാക്ട് കുറവായിരിക്കാം. നമ്മൾ അവരെ പേര് വിളിക്കുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യില്ല. വീണ്ടും അവർക്ക് കേൾവിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ചെറിയ സൗണ്ട് കേട്ടാലൊക്കെ റെസ്പോണ്ട് ചെയ്യും. പക്ഷേ അവരുടെ പേര് വിളിക്കുമ്പോൾ അവരൊരു ശ്രദ്ധ തരില്ല. ഒരു ജോയിന്റ് അറ്റൻഷൻ കുറവായിരിക്കും. അതായത് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊണ്ടൊന്ന് കാണിക്കണം എന്നില്ല. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവരുടെ കൈ ചൂണ്ടി പോയിന്റ് ചെയ്യണം എന്നില്ല. പൊതുവേ നമുക്ക് തോന്നും ശരി ഇവർക്ക് ഹിയറിംഗ് പ്രശ്നമുണ്ടോ എന്നൊക്കെ നമുക്ക് ഡൗട്ട് തോന്നാം. പക്ഷേ ഹിയറിംഗ് ഒക്കെ ഓക്കെ ആയിരിക്കും. അവർക്ക് സ്പീച്ച് ഡിലേയും അതേപോലെ ഈ കമ്മ്യൂണിക്കേഷൻ ഡെഫിസിറ്റുമാണ് കൂടുതൽ. അതോടൊപ്പം വേറെ കുറച്ച് റിപ്പറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സും, അതായത് ചില കുട്ടികൾ ഇപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, അതല്ലെങ്കിൽ ഇങ്ങനെ ടോയ്സ് അടുക്കി വെക്കും. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോയ്സിനോടോ പെർട്ടിക്കുലർ ആയിട്ടുള്ള ചില ഒബ്ജക്ട്സിനോടോ അവർക്കൊരു ഫിക്സേഷൻ ഉണ്ടാവാം. അതേ സാധനം വെച്ച് തന്നെ കളിക്കണം അങ്ങനെ. പിന്നെ വേറെ കുട്ടികൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ഹാൻഡ് ഫ്ലാപ്പിംഗ്, കൈ ഇങ്ങനെ അടുക്കിയിരിക്കും, ഇങ്ങനെ വിരൽ വെച്ചിട്ട് കണ്ണിന്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഓട്ടിസം ഐഡന്റിഫൈ ചെയ്യുന്നത്.